സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാജയം ഇച്ചിരി ഉണ്ടായിരുന്ന സൂചിപ്പിക്കുന്നതിലാണ്. അപ്പോൾ അത് സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെടുക്കും. തീർച്ചയായിട്ടും. ഈ ഇത്തരത്തിലൊരു വോട്ട് ചോർച്ച ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? തോമസ് ഐസക് പോലും പറയുന്നത് പാർട്ടിക്ക് കിട്ടേണ്ട പാർട്ടി വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട്, അത് ഞങ്ങൾ പരിശോധിക്കണം. അങ്ങനെ വോട്ട് ചോർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പ്രതീക്ഷിച്ച വോട്ടുകൾ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ ലഭിക്കാഞ്ഞതുകൊണ്ടാണല്ലോ പരാജയം ഉണ്ടായത്. അത് വരുന്ന ദിവസം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ ഞങ്ങൾ നടത്തും. അത് ഏതൊക്കെ ബൂത്തുകളിലാണ് കുറവുണ്ടായത്, ഏതൊക്കെ മേഖലകളിലാണ് കുറവുണ്ടായത് എന്നുള്ളതാണ് ഗൗരവത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പന്തളത്തടക്കം ആക്രിക്കടകളിൽ തോമസ് ഐസക്കിന്റെ പോസ്റ്ററുകൾ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, ഈ തോൽവിക്ക് ശേഷം ഇതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്, പ്രവർത്തനങ്ങളിലൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രവുമല്ല, പന്തളം മേഖലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഞങ്ങൾ വളരെയധികം മുമ്പിൽ വന്നിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ, അത് പ്രചരണങ്ങൾ മാത്രമാണ്. അല്ലാതെ അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ പോളിൽ നടക്കാതിരുന്നത് ശരിക്കും UDF കേന്ദ്രങ്ങളാണ്. ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത കണക്കുകൾ പരിശോധിക്കുമ്പോൾ പല UDF കേന്ദ്രങ്ങളിലും വോട്ടിംഗ് കുറഞ്ഞിരുന്നു. ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറയും, ഇടത് സ്ഥാനാർത്ഥി തോൽക്കുകയും, അതും കഴിഞ്ഞ അവിടത്തേക്കാളും വലിയ മാർജിൽ തോൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് അങ്ങോട്ട് പോയി, ഇടത് വോട്ട് അങ്ങോട്ട് പോയി എന്ന് കരുതേണ്ടി വരില്ല. അല്ല, ഇവിടെ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ ഗണ്യമായ കുറവാണ് BJPക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് എല്ലാം കൂടി കൃത്യമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ BJPക്ക് കുറഞ്ഞ വോട്ട് UDFന് പോയിട്ടുണ്ടോ, UDFന് വന്ന കുറവ് BJP വോട്ടിനാൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിശോധന നടത്താതെ നമുക്ക് പറയാൻ കഴിയില്ല. അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി ഇത് സംബന്ധിച്ച് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തും, ഇത് സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങളത് ഗൗരവത്തിൽ ഞങ്ങൾ പരിശോധിച്ചു, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്തി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചറിവ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏതെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളൊരു വലിയ മടങ്ങി വരവ് നടത്തും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. ഇല്ല, അല്ല, അതെല്ലാം സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി വരുന്ന ദിവസം കൂടും, അത് പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു അനുമാനം. അദ്ദേഹത്തിന് പങ്കെടുക്കാമല്ലോ, തീർച്ചയായിട്ടും. അങ്ങയുടെ പേര് ചേർത്തിട്ടുള്ള ഈ പ്രചരണം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. രാജു അബ്രഹാം ആണെങ്കിൽ ജയിച്ചിരുന്നു എന്നതിലുള്ള പ്രചരണം ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത്, അത് എവിടെ നിന്ന് വന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? എതിരാളികളിൽ നിന്നാണോ അതോ പാർട്ടിക്കുള്ള? അത് മിക്കവാറും അത് UDFന്റെ ഭാഗത്തുനിന്ന് വരാനാണ് സാധ്യത. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം പാർട്ടി ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്.